ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡി ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിന്റെ ഈ ഫ്ലോറിലുള്ളത് ഫ്ലവേഴ്സിലെ ഹോം എന്ന് പറയുന്ന സീരീസിലെ 3 കുട്ടികളാണ്. അപ്പോൾ ദർശ്, ആരാധ്യ ആൻഡ് ലക്ഷ്മി, വെൽക്കം ടു ദ ഫ്ലോർ. നമുക്കിപ്പോ ഹോമിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഹോമില് നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്യാരക്ടറിന്റെ പേരെന്താന്ന് പറയാം. ഓക്കെ, പറ. എന്താ പേര്? വീട്ടിൽ വിളിക്കാൻ അഭി, ശരിക്കുള്ള പേര് അഭിനവ്. അങ്ങനെയാണ് ഹോമിത്തെ പേര്. ആരാധ്യക്കുട്ടി ദേവു. എല്ലാവരുടെയും ദേവു തന്നെ. ലക്ഷ്മി മാളു. എങ്ങനെ പോകുന്നു ഷൂട്ടൊക്കെ? സൂപ്പർ ആയിട്ട് ഇഷ്ടമാണ് എല്ലാ ദിവസവും ഷൂട്ടിനൊക്കെ പോവാൻ? ഇഷ്ടമാണ്. അയ്യോ, നന്നായിട്ട് തല്ലാട്ടുന്നുണ്ട്. നിങ്ങൾ രണ്ടാളാണോ സിബ്ലിങ്സ് ഹോമില്? നിങ്ങൾ രണ്ടാള് സിബ്ലിങ്സ്. പ്രകാശിന്റെ മോള് അല്ലേ? ഒരു മാസത്തിലെ ഏകദേശം എത്ര ദിവസം നിങ്ങൾ സെറ്റിൽ ഉണ്ടാവും? 15 days. കൂടുതൽ വരും. എങ്ങനെയാ സ്കൂളിലൊക്കെ പോയി എങ്ങനെയാ പഠിക്കുക? നോട്ട്സ് ഫ്രണ്ട്സ് അയച്ചുതരും. നോട്ട്സ് അയച്ചുതരും. പിന്നെ ഈ ടീച്ചേഴ്സ് പറഞ്ഞുതരും. കോളേജൊക്കെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാ പഠിക്കുന്നേ? ബുക്സ് ഉണ്ടാവും, ചിലത് വായിക്കും, ചിലത് പഠിക്കും. ആരാ പഠിപ്പിച്ചരാ? മമ്മിയാണോ? മമ്മിയാണോ? വീഡിയോ ഒക്കെ കണ്ട്. ദർശൻ ആരാ പഠിപ്പിക്കുക? അമ്മ. എത്രയല്ലേ പഠിക്കുന്നത് ദർശൻ? 4. 4th. ഓ, 4th. 4th 4th അല്ലേ? ഓക്കെ. ഒരു ദിവസം ഉണ്ടല്ലോ, എത്ര മണിക്ക് എഴുന്നേക്കും നിങ്ങൾ രാവിലെ ഷൂട്ടിനൊക്കെ പോവാനായി? ഞാൻ 6:10 എണീക്കും. ദർശോ? ഞാൻ ശരിക്കും എനിക്കൊരു 6:05, 6:02 മാക്സിമം. ഇപ്പം കുറച്ചൊന്ന് ലേറ്റ് ആയി. ചെറിയൊരു മീൻസ് ഒരു പനി പോലത്തെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വൈകിട്ടാ സെറ്റിൽ പോകുന്നേ അല്ലേ? എപ്പോ എഴുന്നേക്കണം ലക്ഷ്മിക്ക്? ഞാൻ വെറൈറ്റിയാ. ഞാൻ 6:20 ഒക്കെ ആവുമ്പോഴേ എഴുന്നേക്കുള്ളൂ. എപ്പോ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ ഷെഡ്യൂൾ? ഏകദേശം രാവിലെ ഒരു 7:30 കഴിയുമ്പോ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നർ ലഞ്ചൊക്കെ സെറ്റ് ചെയ്യുന്നതാണോ? ആണ്. അപ്പൊ അത് വീട് പോലെയാ അല്ലേ? സ്വന്തം വീടിനെക്കാട്ടിലും കൂടുതൽ അവിടെ ഇല്ലേ, അതുകൊണ്ട് എങ്ങനെയാ ഹോമിലോട്ട് വന്നേന്ന് പറയാ? എങ്ങനെയാ ദർശ് ഹോം എന്ന് പറയുന്ന ഈ ഒരു സീരീസിലോട്ട് വരുന്നത് എങ്ങനെയാ? ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ത്രൂ പറയാം വന്നതാണ്. എങ്ങനെയാ വന്നേ? എന്റെ റീൽസ് ഒക്കെ കണ്ടിട്ട് റീൽസ് ഒക്കെ കണ്ടിട്ടാണ് വിളിക്കുന്നത്. എങ്ങനെയാ വരുന്നത്? ഫ്ലവേഴ്സ് ഡയറക്റ്റ് വിളിച്ചതാണ്. ഇതിനു മുൻപ് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ചേച്ചി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടാളും വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? കട്ടുറുമ്പ് അല്ലാതെ കോമഡി ഉത്സവമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആഡ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ചെയ്ത ആഡ് എന്താ പറയാ, പോർട്ടേഴ്സിന്റെ ജയസൂര്യ സാറിന്റെ കൂടെയാണ് ലാസ്റ്റ് ചെയ്തത്. ദിവ്യ മാമും. ഓക്കെ, ശരി. എന്താ ലാസ്റ്റ് ആഡ്സ് ചെയ്യാറുണ്ടോ? ഇല്ല. റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ താരാണോ? ഓ, എങ്ങനെയായിരുന്നു? എത്ര മൂവീസ് ചെയ്തിട്ടുണ്ട്? മൂവി ചെയ്തിട്ടുണ്ട് അല്ലേ? മൂവീസ് കുറെ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഏകദേശം 9. എനിക്ക് കണക്ക് ആദ്യം ഫസ്റ്റില് ഞാൻ ചെയ്തത് ഈ കട്ട്റൂമില് അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെയാ പൈപ്പിഞ്ചുന്റെ പ്രണയം വന്നത്. പിന്നെ അത് ഇപ്പോ ലാസ്റ്റ് ചെയ്ത് സന്തോഷം. ഇപ്പൊ മൂവീസിന്റെ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടോ? ഓഫേഴ്സ് വരുന്നുണ്ട്, പക്ഷെ പോകാൻ പറ്റും. സമയമില്ല അല്ലേ? എക്സാം ചെയ്താൽ മാത്രാണോ സ്കൂളിൽ പോവാ? ആണോ? പിന്നെ ഇടക്ക് കുറച്ച് ദിവസമൊക്കെ പോവും. ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യോ ഇവിടെ വന്നിക്കുമ്പോ? ആണോ? വീട് എവിടെയാ ശരിക്കും? കോഴിക്കോട്. എവിടെയാ? കാസർഗോഡ്. കൊല്ലമാണ്. അപ്പൊ നിങ്ങൾ ഈ ഷൂട്ട് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലോട്ട് പോയിട്ട് പിന്നെ ഇവിടേക്ക് വരും. ഒരുമിച്ചാണോ നിങ്ങളൊക്കെ സ്റ്റേ ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒരു വില്ല, മൊറക്കാല എറണാകുളം ഒരു വില്ല. ഞങ്ങൾ കുറെ ആർട്ടിസ്റ്റുകൾ, 5 ആർട്ടിസ്റ്റുകളൊക്കെ ഹോമിലുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവൻ സെപ്പറേറ്റ് സദ്യ വീട്ടി ആൻഡിയിട്ടുണ്ട്, രാജശങ്കർ അവിടെയാണ് ചെമ്പമുക്ക്. ഇപ്പം നിങ്ങൾ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇടയിൽ കുറെ ബ്രേക്ക് ഒക്കെ കിട്ടില്ലേ? അല്ലെങ്കിൽ ഫ്രീ ടൈം ഇല്ലേ? എന്താ ചെയ്യാൻ സമയത്ത്? പഠിക്കുവോ? പിന്നെ എന്താ ചെയ്യാ? ദർശനം എന്താ ചെയ്യാ? ഒന്നും ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങില്ല. ഞങ്ങളിപ്പോ ബ്രേക്കില് കളിക്കാണ് ചെയ്യുന്നത്. അന്താക്ഷരിയും പിന്നെ നിങ്ങളുടെ
പ്രകാശനും ടീമും വന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഓക്കെ, അതാണ് പരിപാടി. ബ്രേക്ക് ടൈമില് ബോറടിക്കോ? ഇല്ല ഇല്ല, നമ്മളിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ബോർഡടിക്കില്ല. ബോറടിക്കില്ല. ആരെങ്ങനെ മുടിയൊക്കെ കെട്ടിയാന്നല്ലോ ഇങ്ങനെയല്ല. ഇത് അവിടെ എത്ര സമയം എടുക്കും മേക്കപ്പ് ചെയ്യാൻ നിങ്ങളെ? പെട്ടെന്ന് തീരുമോ? പെട്ടെന്നൊക്കെ മേക്കപ്പ്? ഞങ്ങള് കുട്ടികളുണ്ട് കുറച്ച് നാച്ചുറൽ പോലെ. നിങ്ങളുടെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ആരാ സെലക്ട് ചെയ്യാ? കോസ്റ്റ്യൂംസ് ഒക്കെ കൊണ്ടുവരും, ഫ്രഷ് ഒക്കെ കൊണ്ടുവരും. കോസ്റ്റ്യൂമിൽ ആരാ? മമ്മിയാണോ കോസ്റ്റ്യൂംസ് ഒക്കെ പർച്ചേസ് ചെയ്യാറ്? ആണ് മമ്മിയാണ്. ദർശന്റെ എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? ദർശിച്ച് കഴിയുമ്പോ തുടങ്ങിക്കോളും. എന്താ ദർശനം? നമുക്കിത് കഴിയുമ്പോ ദംസ്ട്രാഷ് കളിക്കണം അങ്ങടക്കും ഇങ്ങടക്കും കേട്ടോ. അപ്പൊ അവൻ ആക്റ്റീവ് ആവില്ലേ? ദർശ പാട്ട് പാടില്ലേ? ഒരു പാട്ട് പാടി കേക്കട്ടെ. പേര് പാട്ടാടും. ഇഷ്ടമുള്ള പാട്ട്? പഴയൊരു പാട്ട് പാടട്ടെ. ഇഷ്ടമുള്ള പാട്ട് പാടിയ വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ കുഞ്ഞിലും കയ്യിൽ മെല്ലെ കുറിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കോടൊരുക്കാം വാ. കാലിമയെന്ന പുല്ലാണി കാറ്റിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കേൾക്കാം. ഒന്നി മഞ്ചാടി കുന്നിലേറാം. ഞാൻ പാട്ട് ക്ലാസ് പോണ്ടോ? പാട്ട് ക്ലാസ് ആദ്യം ഞാൻ മലയാളം പാട്ടുകൾ, പിന്നെ ഇപ്പോൾ വെസ്റ്റേൺ വോക്കൽസ് ഒക്കെ ആയി. ഇതൊക്കെ കേട്ട് കേട്ടാണോ പഠിക്കുന്ന? ആരെങ്കിലും പഠിപ്പിച്ചു തരുമോ ദർശന്? ഇപ്പം കേട്ട് പഠിക്കാം. അങ്ങനെ ആദ്യമൊക്കെ മമ്മി പഠിപ്പിച്ചു തരുമോ? ആദ്യം ക്ലാസ്സിൽ പോവാ. ആരൊക്കെ വീട്ടില്? ദർശന വീട്ടിൽ ആരൊക്കെ? അച്ഛൻ, അമ്മ, ഞാൻ, അത്രേ ഉള്ളൂ. കേട്ടോ, എല്ലാ ദിവസവും അമ്മ അച്ഛനൊക്കെ ഇരുന്ന് കാണുവോ? സീരിയല് കാണുവോ? ദർശൻ കാണാറുണ്ടല്ലോ സീരിയല്. ഞാൻ വീട്ടിലെത്തും. ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് എപ്പിസോഡ് എടുത്ത് ഇപ്പൊ അവൻ എത്രാമത്തെ എപ്പിസോഡായി കാണും. ഓരോ എപ്പിസോഡ് ആണോ? എന്നിട്ട് ദർശന്റെ ആക്ടിങ് ദർശനെ നോക്കിയിട്ട് ഇങ്ങനെ ഓക്കെ നാളെ ഇത് ശരിയാക്കണം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? എന്ത് തോന്നാനാ? തോന്നല്ല. അങ്ങനെയാണോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ, അമ്മ, അച്ഛൻ. പിന്നെ അച്ഛൻ ഒമാനിലാണ്, ഇടക്കിടക്ക് വരും. പിന്നെ അച്ഛമ്മ, പിന്നെ അച്ഛൻ്റെ അച്ഛൻ. വിളിച്ചിട്ട് പറയും. എന്തെന്നാ സെറ്റില് വിളിക്കുക കുഞ്ഞിനെ? എന്നെ എല്ലാരും ദേവു തന്നെയാണ്. ഞാൻ ദേവു വിളിക്കും. ഞങ്ങളൊക്കെ കുട്ടികളൊക്കെ എല്ലാരും പേര് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ സെറ്റ് ചെയ്യുമ്പോ ആർട്ടിസ്റ്റുകള് അങ്ങനെ തന്നെ. ഒരു പാട്ട് പാടിയ ദേവു എന്നാ കുറച്ച് പാടിയാ പഠിക്കോ? നിങ്ങൾ മറ്റേ പാട്ടൊക്കെ പാടി കളിക്കുന്നതല്ല. പാട്. മേലെ മേലെ വാനം വാനം മേലെ മഞ്ഞിൻ കൂടാരം ഇതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. പാട്ട് പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്. എന്റെ കഴിഞ്ഞ മാസം എന്റെ അരങ്ങേറ്റം കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ മാസം അരങ്ങേറ്റം കഴിഞ്ഞോ? ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം കഴിഞ്ഞു ആണോ? എന്തൊക്കെയാ കളിച്ച അരങ്ങേറ്റത്തിന്? അരങ്ങേറ്റത്തിന് കണ്ണനെ കുറിച്ചുള്ള. ഏതാ കളിച്ച കണ്ണനെ കുറിച്ച്? കണ്ണന്റെ ഭൂമിയൊക്കെ കാണുന്ന, കണ്ണന്റെ വായന്റെ ഉള്ളിൽ ഭൂമിയൊക്കെ കാണുന്ന അതിന്റെ ഒരു പാട്ട്. അതാണ് കളിച്ചത്. എവിടെ അരങ്ങേറ്റം നടത്തിയ? ഗുരുവായൂരാണോ? ഗുരുവായൂരല്ല, മൂകാംബിക. മൂകാംബികയില് പോയിട്ട് അരങ്ങേറ്റം നടത്തിയോ? അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ദേവോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോളിലൊക്കെ പോകുമ്പോഴോ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ ആൾക്കാരിങ്ങനെ മനസ്സിലായിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കൂ നിങ്ങൾ ലുലു മാളില് പോയപ്പോ വന്നിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വരുന്നേ? അല്ല, ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ അടുത്ത് വരത്തില്ല. അയ്യോ ഈ കൊച്ചാണോ ചിലർ പോകുമ്പോ കൊച്ചാണോ അത് ഒമാനിലൊക്കെ പോയപ്പോ അവിടെ മലയാളീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ? വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യോ?
സംസാരിക്കുക അവരിങ്ങനെ ആലോചിച്ചിരിക്കുക അവര് ഇങ്ങനെ അതെ ഇവരെല്ലാം ആള് തന്നെയാണോ ഞങ്ങള് ഫേമസ് അല്ലേ, ഞങ്ങള് ആർക്കും അറിയാത്തത്. അതെ കട്ടുറുമൊക്കെ വന്ന് ഭയങ്കര ഫെയിം അല്ലേ അല്ലേ? കട്ടുറുമ്പ് കഴിഞ്ഞപ്പോ തൊട്ട് ആൾക്കാർ ഇങ്ങനെ നോക്കാൻ തുടങ്ങി, അയ്യോ ഇത് കട്ടുറുമ്പിലുള്ള കുട്ടിയല്ലേ എങ്ങനെയൊക്കെ. ആ ആണ്. ഓക്കെ വരാം. വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഞാന്, ചേച്ചി പഠിക്കും ഇപ്പോൾ കോട്ടയത്ത് പാല. അപ്പം പിന്നെ അമ്മ, അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്, ആർമിയിലായിരുന്നു ആദ്യം, ഇപ്പോ റെയിൽവേയില്. അപ്പൊ അച്ഛൻ വർക്ക് ചെയ്യുക, പിന്നെ അമ്മമ്മ. എവറി ഡേ ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ എപ്പിസോഡ്സ് എടുത്ത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേയിലോട്ട് ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യോ, നോക്കോ, സ്റ്റഡി ചെയ്യാറുണ്ട്? ഓരോ എപ്പിസോഡും കാണുമ്പോൾ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് തോന്നും. ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫിലിം ആണോ അതോ ആഡ് ആണോ? ഫസ്റ്റ് എന്താ ചെയ്തത്? ഫിലിമിലോട്ടാണോ ഡയറക്റ്റ്? ഫസ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കട്ടുറുമ്പ ചെയ്തത്. ഫസ്റ്റ് എന്റെ ഓഡീഷൻ കണ്ടിട്ട് 4 വയസ്സുള്ളായിരുന്നു എനിക്ക്. TV-ല് ഫ്ലവേഴ്സിന്റെ. അപ്പൊ അതിന് പോയി. പിന്നെ അതിൽ നിന്ന് തന്നെ ഈ പൈപ്പിച്ചിട്ട് പ്രണയം മൂവിയിൽ വിളിച്ചത്, അങ്ങനെ പോയി. പിന്നെ കട്ടുറുമ്പ് അപ്പോഴത്തേക്കും നിർത്തി. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ്? ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ ഞാനും കട്ടുറുമ്പിൽ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, എറണാകുളം തന്നെയാ, അറിയാലോ, കായലും കൊതുവും എല്ലാം അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ നീരജ് മാധവൻ ചേട്ടനൊക്കെ കണ്ടു. ഒരുമിച്ച് സീരിയലിൽ ഞാൻ നായികയുടെ കൊച്ചു അതായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരുമിച്ച് സീരിയലിലും കണ്ടു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഓർമ്മയില്ല, അതാണ് സത്യം. ഹെയർ ഒക്കെ ഇങ്ങനെ കെയർ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? സത്യം പറഞ്ഞ ഒന്നും അമ്മയാണോ? അമ്മയെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ മുടി വെട്ടിയിട്ടില്ല. ഇതുവരെ വെട്ടിയിട്ടില്ലേ? ഇല്ല, ഷേപ്പ് ചെയ്യാ അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ ഇങ്ങനെ മുട്ട അടിച്ചിട്ടൊന്നുമില്ല കുഞ്ഞിലെ? മുട്ട എന്ന് പറഞ്ഞാ മുടി വളർത്താൻ തുടങ്ങിയിട്ട് വെട്ടിയിട്ടില്ല. എനിക്കിപ്പോ മുടിനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഈ തിരക്ക് അത് കാരണം പറ്റുന്നില്ല. അല്ലാതെ നമ്മുടെ സാധാ എണ്ണ നമ്മുടെ വീട്ടിലൊക്കെ നടത്തുന്നത് നല്ലോണം ചോദിക്കാറുണ്ട് എന്ത് ഹെയറിന് ചെയ്യണേന്നൊക്കെ ചോദിക്കൂ. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണോ ചോദിക്കുന്നത്? ഓക്കെ, അടിപൊളി. എന്താ ഡാൻസ് പാട്ട് എന്തൊക്കെയാ പഠിച്ചേക്കണേ? ക്ലാസിക്കൽ, ഭരതനാട്യം, മോഹിനിയാട്ടം. ഭരതനാട്യം മോഹിനിയാട്ടം കംപ്ലീറ്റ് ചെയ്തു. അപ്പോ അത് പിന്നെ കവിത, പാട്ട്. പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞോ കുഞ്ഞിന്റെ പോലെ? എന്റെ അരങ്ങേറ്റം കഴിഞ്ഞ കുറെ വർഷം. ഏത് ഭരതനാട്യം മോഹിനിയാട്ടം? കുച്ചുടി കഴിഞ്ഞോ? കുച്ചുടി കഴിഞ്ഞില്ല, കുച്ചുടി എടുത്തിട്ടില്ല. അതാ. അപ്പൊ അതിനൊക്കെ പോയി. പിന്നെ ഈ കലോത്സവം ഒക്കെ ഉണ്ടല്ലോ, ഞാൻ 2 വർഷമായിട്ട് പോകുന്നുണ്ട്. ഏത് ഐറ്റത്തിനാ പോകുന്നത്? ഞാൻ കഴിഞ്ഞ വർഷം ഭരതനാട്യം പോയി, ഫസ്റ്റ് ജില്ലക്ക് കിട്ടി. UP ആയിരുന്നു, അപ്പൊ ജില്ല അത് തന്നെ കിട്ടി. പിന്നെ ഈ കഴിഞ്ഞ വർഷം അതിന് അത് UP ആയിരുന്നു, 7th അല്ലേ? അത് മോഹിനിയാട്ടം പതിജ്വല്ലൽ കവിത ജില്ലക്ക് ഫസ്റ്റ് കിട്ടി. ഇനി ഇറങ്ങണം. ഭരതനാട്യമാണോ മോഹിനിയാട്ടാണോ ഇഷ്ടം? കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ഏതാ? കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഭരതനാട്യം, കഴിഞ്ഞ പ്രാവശ്യം മോഹിനിയാട്ടം അല്ലേ? ഏതാ കുറച്ചും കൂടി എളുപ്പം? ഇഷ്ടം ചോദിച്ചാൽ രണ്ട് ക്യാരക്ടർ ആണല്ലോ. ഇപ്പൊ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ അടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട, മോഹൻ പറഞ്ഞാൽ വളരെ ലാസ്യതയായിട്ട് ചെയ്യേണ്ട, എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് വലിയ വാക്കുകളാ പറയുന്നത് ലാസ്യത. അപ്പൊ മോഹിനിയാട്ടം ഇച്ചിരി കൂടി ഇഷ്ടം. ഭരതനാട്യം കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം തന്നെയാ. എന്നാലും മോഹിനിയാട്ടം ഞാൻ എക്സ്പ്രഷനിൽ ഇതിന്ന് ആളാണ്, അതുകൊണ്ട് എനിക്ക് മോഹിനിയാട്ടം കുറച്ചും കൂടി ഈസിയാണ് കൺവേ ചെയ്യാൻ. ഒരിക്കലുമല്ല, ഏറ്റവും കൂടുതൽ പാടുള്ള ഡാൻസ് ആണ് മോഹിനിയാട്ടം. അത് ഭയങ്കര പാടാണ്, കാരണം അതിന്റെ അരമണ്ഡലം തന്നെ കാണുമ്പോ വ്യത്യസ്തമല്ലേ. അപ്പൊ അതൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ എക്സ്പ്രഷൻ ലാസ്യത, ആ ഒരു സംഭവം കൊണ്ട് എനിക്ക് മോഹിനിയാട്ടമാണ് ഇഷ്ടം. ഭരതനാട്യം ഇഷ്ടമാണ്. എന്നാലും ഒരു പാട്ട് പാടിയാ കേക്കട്ടെ? അമ്മ ആയിരിക്കട്ടെ. കാതരമാ മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോൾ, കാതരമാ മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോൾ, ദ്വാപര മധുര സ്മൃതികളിലാരോ മുരളികയോ
ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടാളും ഡാൻസ് പഠിക്കുന്ന അപ്പൊ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു 5 മുദ്ര ആദ്യം കുഞ്ഞ് ചെയ്യാ, അത് കഴിഞ്ഞിട്ട് ബാക്കി ലക്ഷ്മി ചെയ്യാം. ഓക്കെ, ചെയ്തോ. പതാക ത്രിപതാക അർത്ഥപതാക കർത്തരിമുഖ മയൂരാക്യോ. ബാക്കി പറഞ്ഞ അർത്ഥചന്ദ്രസ്യാരാള ശുകതുണ്ടകഃ ശുകതുണ്ടകഃ മുഷ്ടിഷ്ടശിഖരാധിഷ്ഠ കവിത്ത കടകാമുഖഃ കടകാമുഖഃ കടകാമുഖഃ. ക്ലാപ്പ്. ഓക്കെ, നമുക്ക് ശരി ഗെയിം കളിക്കാം. അപ്പൊ നിങ്ങൾ സെറ്റില് ദംസ്ട്രാഷ് കളിക്കാറുണ്ട് അല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ 3 ആളും മനസ്സില് ഒരു ഫിലിം നെയിം വിചാരിക്കാം. ഓക്കെ, പുറത്ത് പറയാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ അത് ആക്ട് ചെയ്ത് കാണിക്കാം. അപ്പൊ ബാക്കി 2 ആളും അത് ഏതാന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പറയണം. ഓക്കെ, എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാനും പറയാം. ഓക്കെ, ആദ്യം നമുക്ക് ദർശി തുടങ്ങാം. ദർശി മൂവി നെയിം വിചാരിച്ചോ? തുടങ്ങിക്കോ. അതെന്താ? മണി. മണിച്ചിത്രത്താഴ്. എന്റെ അമ്മ, ഇവര് മണി അവിടെ. ഓക്കെ, അന്നാ നീ കുഞ്ഞ് എനിക്ക് പേര് പറയുന്നത് മനസ്സിൽ വെക്കോ? ഞാൻ ശരിക്കും ഇതായിരുന്നു ആലോചിച്ചത്. അയ്യോ, വേറെ ഏതെങ്കിലും ഇപ്പൊ അവസാനം കണ്ട ഏതെങ്കിലും? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഏതെങ്കിലും പുറത്ത് പറയരുത് കേട്ടോ. ഞാൻ സിമ്പിൾ വരാം. കിട്ടുന്നില്ല. എന്നാ ചേച്ചി ഒരു പേര് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ചേച്ചി ആൻസർ പറയരുത്. ദർശൻ ഞാനും പറയാം. ഓക്കെ, ഞാൻ ചുമ്മാ പറയാം. അതൊക്കെ പറയണേ കേട്ടാ? കിട്ടി. ഒരു തീരുമാനത്തിലെത്ത്. പടം വരച്ചാണോ? ചിത്രം. സിമ്പിൾ അടിപൊളി. ചേച്ചി നിങ്ങൾ പറയണം, അത് ഞാൻ പറയില്ല. നിങ്ങൾ 2 ആളും വേണം പറയണേ. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ശരി, അവിടെ ശരി അവിടെ. അയ്യോ, ഞാൻ സിമ്പിൾ കൊടുക്കും. പിള്ളേര് പാവില്ലേ? നീല പച്ച സോഫ. ഇതെന്താ? സോഫ പച്ച നീല നീല പച്ച കളറാ നിറം. പാടൊക്കെ വിചാരിച്ചിരുന്നാ പറ്റത്തില്ല. ഞാൻ സീരിയസ് ആയിട്ടൊക്കെ തപ്പിക്കൊണ്ടിരിക്കും. എന്തോര് പറഞ്ഞു ചേച്ചി കളിക്കുവോ? ചേച്ചി സത്യമായിട്ട് ശരിക്കും കിട്ടിയില്ല. ഇല്ല, നീ ഇതിങ്ങനെ തൊട്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെന്തോണത്. നീല പച്ചയൊക്കെ പറഞ്ഞപ്പോ സെറ്റ് ചെയ്തൊക്കെ പറഞ്ഞ അവസാനം. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ എൻഡിലോട്ട് എത്തുവാണ്. നമ്മുടെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഓഡിയൻസിന്റെ അടുത്ത്, അതാണ് ക്യാമറ, അവരുടെ അടുത്ത് നോക്കിയിട്ട് നമ്മുടെ സീരീസ് എല്ലാ ദിവസവും കാണണം എന്ന് പറയാം. ഓക്കെ, ആരാ പറയാൻ പോണേ? ഒരുമിച്ച് പറയാം. പറഞ്ഞു. അപ്പൊ എന്താ പറയാൻ പോണേ നിങ്ങള്? സീരീസ് എല്ലാ ദിവസവും കാണണം. ദർശ റെഡി അല്ലേ? യെസ്. അപ്പൊ ഞാൻ 3, 2, 1 പറയാം, അപ്പൊ പറയണം. ഓക്കെ, അപ്പൊ 3, 2, 1. ഞങ്ങളുടെ സീരീസ് എല്ലാവരും കാണണം. അപ്പൊ താങ്ക് യു വെരി മച്ച് നമ്മുടെ ഈ സ്പേസിലോട്ട് വന്നതിനും പിന്നെ എൻ്റെ കൂടെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിനും ഗെയിമൊക്കെ കളിച്ചതിനും. ഇനി അടിപൊളിയായിട്ട് അഭിനയിക്കുക. മൂവിയൊക്കെ ചെയ്യാൻ ആഗ്രഹമില്ലേ? മൂവിയിലൊക്കെ വരട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.